പോലീസ് സബ് ഡിവിഷൻ ഓഫീസ് മുറ്റത്ത് നിർത്തിയിട്ട് ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം തീവച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. താഴെയങ്ങാടിയിലെ സാധാന്റെ വീട് ജലീലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഒന്തം റോഡ് മേൽപ്പാലത്തിന് സമീപത്തെ ചാക്ക് വ്യാപക കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന ചാക്കുകളും ഇയാൾ തീവച്ച് നശിപ്പിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:45-നും 2:05-നും മധ്യേയാണ് ഡിവൈഎസ്പിയുടെ ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട KL 01 CH 3987 നമ്പർ ടാറ്റോ സുമോ വാഹനത്തിന് തീവച്ചത്. സംഭവത്തിന് പിന്നാലെ പ്രതി താഴെയങ്ങാടിയിലെ സദാന്റെ വീട് ജലീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എടോടിയിലേക്ക് പോകുന്ന റോഡിൽ ഇയാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത ശേഷം തീയിടുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. വാഹനത്തിനുള്ളിൽ നിന്ന് കല്ലുകളും ലഭിച്ചിട്ടുണ്ട്. മണിക്കൂറുകളുള്ളിൽ തന്നെ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 4 ഗ്രനേഡുകൾ, 4 കണ്ണീർ വാതക ഷെല്ലുകൾ, വയർലെസ് സെറ്റ്, GPS, 2 ഹെൽമെറ്റ്, 2 ബോഡി പ്രൊട്ടക്ടർ, 6 ലാത്തികൾ എന്നിവയും കത്തി നശിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ഓഫീസ് കെട്ടിടത്തിന്റെ ഗ്ലാസും തകർന്ന നിലയിലാണ്. സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പോലീസുകാരാണ് വാഹനം കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനു മുൻപെയാണ് ഒന്തം റോഡിൽ പ്രവർത്തിക്കുന്ന വി ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര കേന്ദ്രത്തിൽ സൂക്ഷിച്ച കാലിച്ചാക്കുകളിൽ പ്രതി തീവയ്ക്കുന്നത്. ഫൈസലിന്റെ കാറിന്റെ ചില്ല് ജലീൽ കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വിരോധത്തിലാണ് ചാക്ക് കത്തിച്ചതെന്നാണ് നിഗമനം. നേരത്തെ നൽകിയ പരാതിയിൽ ജലീലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടെ തന്നെ മർദ്ദിച്ചെന്ന് കാണിച്ച് ജലീലും പരാതി നൽകി. ഇതിൽ വ്യക്തതയില്ലാത്തതിനാൽ പരാതിയിന്മേൽ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതാണ് പോലീസ് വാഹനം കത്തിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സംശയം. ന്യൂസ് ബ്യൂറോ, വടകര.